പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ഈ ലോകത്തിലില്ല. പക്ഷെ നമുക്കെല്ലാം ഒരു കാര്യം അറിയാം, മോസ്റ്റ് പ്രോബ്ലംസ് ഹാവ് സൊല്യൂഷൻസ്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചില സൊല്യൂഷൻസ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും. നിർഭാഗ്യവാൽ ഞാൻ പറയട്ടെ, നമ്മളിൽ മിക്കവരും തന്നെ സ്വന്തമായി നിൽക്കുവാൻ, നമ്മുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തമായി നിൽക്കുവാൻ അങ്ങ് ശ്രമിക്കും. എന്നാൽ എത്ര പേർ പൂർണ്ണമായിട്ട് യേശു കർത്താവിൻ്റെ പദ്ധതി ഏതാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ചാരുവാൻ ശ്രമിക്കും? പ്രശ്നം വരുമ്പോൾ ഞാനൊരു കാര്യം പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ബിബ്ലിക്കൽ സൊല്യൂഷൻസ് എല്ലാം സിമ്പിളാണ് അനുകരിക്കാൻ. തന്നെയുമല്ല, അതിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പാക്റ്റുമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വാർത്ഥതയില്ലാതെ കൃപയോടുകൂടി ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില സൊല്യൂഷൻസൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനൊരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ചിലപ്പോൾ ഞാൻ പറയട്ടെ, കിച്ചണിലൊരു പാമ്പ് കയറിയെന്ന് വെച്ചു. എല്ലാവരും പല കാര്യങ്ങളിൽ ബിസിയാണ്. എന്നാൽ കിച്ചണിൽ ആയിരിക്കുന്ന സഹോദരി ഒച്ചത്തിൽ കിടന്ന് നിലവിളിക്കുക, കരയുക, അയ്യോ പാമ്പ് ഇവിടെ വന്ന് വിളിച്ചിരിക്കുന്നുണ്ട്, ഇതിനകത്തൊരു പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് കിച്ചണാ, ക്ലീൻ കിച്ചണാ, സമ്മതിച്ചു. എന്നാൽ ആർക്കും അറിയത്തില്ല ഇത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ. കടന്നു വരുന്നവരെന്തോ ചെയ്യും? ആ ക്യാബിനറ്റിൻ്റെ ഇടയിലും ഒക്കെ നോക്കും, അല്ലേ? കുത്തി നോക്കാനുള്ള എന്തെങ്കിലും സാധനം വെച്ച് അവർ അവിടെ കിടക്കുന്ന വല്ല പ്ലാസ്റ്റിക് ചരടോ റബിഷായിട്ടുള്ളതോ പേപ്പർ കഷ്ണങ്ങളോ ഒക്കെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗാർബേജ് ബാഗ്സോ എന്തൊക്കെ ഉണ്ടോ ആ അടുക്കളയിൽ അല്ലെ വർക്ക് ഏരിയയിൽ അവിടെ എല്ലാം തപ്പും. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എലി ഒളിച്ചിരിക്കും. ഈ എലിയെ പിടിക്കാനായിട്ട് ഈ പാമ്പ് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും സാധാരണ പോകുന്നത്, അല്ലേ? ഞാൻ പറയട്ടെ, എന്നാൽ കുടുംബത്തിൻ്റെ ഉടമസ്ഥൻ ആ പാമ്പിനെ കണ്ടുപിടിക്കുന്നത് വരെ ആ മുറിയുടെ ഉള്ളിലെല്ലാം നോക്കും. ഒച്ച കേട്ടോണ്ട് അടുത്തുള്ളവരും വഴിയെ പോയവരും കയറി നോക്കിയാലും ഇച്ചിരി നേരം നോക്കിയിട്ട് കണ്ടില്ല അവരങ്ങ് പോകും. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. പക്ഷെ നമുക്ക് അത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിനെ മറച്ചു വെക്കാൻ പറ്റത്തില്ല. അതിനെ ഡീല് ചെയ്യാതെ വിടാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നതിനെ നാം ഡീല് ചെയ്യാതെ കൈകാര്യം ചെയ്യാതെ വിട്ടാൽ അത് അതിൻ്റെ ശക്തിയിൽ വളർന്നിട്ട് ഇങ്ങനെ കൂടാൻ തുടങ്ങും. എന്നിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് വലിയ പ്രയാസമായിട്ടും വരും. നമ്മുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പ്രാർത്ഥനയിൽ അത് ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ കഴിയണം. കർത്താവ് ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾ കേട്ട് പ്രാർത്ഥന കേട്ട് ടയർഡാകുന്ന ദൈവമല്ല. അവൻ ക്ഷമയോടെ സ്നേഹത്തോടെ മാതാപിതാക്കൾ എങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കാര്യം കേൾക്കുവാൻ നിന്ന് തരുമോ അതുപോലെ അവൻ നിന്ന് തരും. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് ഞാനൊരു വാക്യം വായിച്ചോട്ടെ. 62-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 8-ാം വാക്യം. Psalm 62 verse 8. ജനമേ, എല്ലാ കാലത്തുമല്ല ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. പ്രൈസ് ഗോഡ്. ഒരു കുഞ്ഞ് അവൻ്റെ അമ്മയുടെ കയ്യിൽ തൂങ്ങി നിന്നുകൊണ്ട് റിപ്പീറ്റഡായിട്ട് അവൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് അവൻ്റെ ആവശ്യമല്ല, അവൻ്റെ പ്രശ്നമായിരിക്കും. അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. തന്നെയുമല്ല, ഉത്തരം കിട്ടുന്നതിന് വേണ്ടി അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയട്ടെ, വിശ്വാസത്തോടെ എല്ലാ കാലത്തും നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അവൻ നമ്മെ രക്ഷിക്കും. കാരണം അവനാണ് നമ്മുടെ സങ്കേതം. പ്രൈസ് ഗോഡ്. അതിന് നമുക്ക് ഒരു നല്ല മനസ്സ് സ്വർഗത്തിലെ ദൈവം തരട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ശൗലിന്
ഗോലിയാത്ത് ഒരു ഹ്യൂജ് പ്രോബ്ലമായിരുന്നു, അല്ലേ? അവൻ്റെ കൂടെയുള്ള സൈന്യത്തിന്, ആൾക്കാർക്കും, യുദ്ധത്തിന് പോയവർക്കെല്ലാം ഗോലിയാത്തിനെ ഭയമായിരുന്നു. അവൻ്റെ സൈസും അവൻ്റെ ആയുധങ്ങളും അവർക്ക് വലിയ പ്രശ്നമായിരുന്നു, ഹ്യൂജ് പ്രോബ്ലമായിരുന്നു. പക്ഷേ ദാവീദിന് അല്ലായിരുന്നു. കാരണം ഒരിക്കൽ ദാവീദ് ഒരു സിംഹത്തെ കൊന്നു, പിന്നീട് ഒരിക്കൽ കരടിയെ കൊന്നു. അങ്ങനെ സിംഹത്തെയും കരടിയെയും കൊന്ന് ദാവീദ് തൻ്റെ അപ്പൻ തന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആടിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ അതിനെ തിരികെ കൊണ്ടുവന്ന് അപ്പനെ ഏൽപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ മല്ലനായ ഗോലിയാത്തിനെ താനൊരൊറ്റ കല്ലുകൊണ്ട് എയ്ത് വീഴ്ത്തി. പക്ഷെ അവന് അങ്ങനെ എയ്ത് വീഴ്ത്തുവാൻ തക്കവണ്ണം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ അവൻ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞാൽ, ഹി ഹാസ് കോൺഫിഡൻസ് ഇൻ ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്, ഗോഡ് ഓഫ് ദ ആർമീസ് ഓഫ് ഇസ്രായേൽ. പ്രൈസ് ഗോഡ്. അപ്പോൾ അവന് ചെയ്യാനുണ്ടതിൻ്റെ സൊല്യൂഷൻ ആരിലായിരുന്നു? ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. വേലും വാളും ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ചെന്നാൽ ജയിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവുണ്ടല്ലോ, വില്ലൊടിച്ച് കുന്തങ്ങളെയൊക്കെ മുറിച്ച് രഥത്തെയൊക്കെ തീയിലിട്ട് ചുട്ട് കളയുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. യോസഫിനെ നോക്കിയാൽ, പൊത്തിഫറിൻ്റെ കൊട്ടാരത്തിൽ അവനായിരുന്നപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യ അവന് പേരുദോഷം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ താൻ അവിടം വിട്ട് ഓടിപ്പോയി. കാരണം തനിക്ക് തന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ വഞ്ചിക്കുവാൻ കഴിയത്തില്ല. അവൻ്റെ ഹൃദയം വിശുദ്ധമായി തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ പറയട്ടെ, അന്ന് അവൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തീരുമാനമെടുത്ത് ദൈവത്തെ സങ്കേതമായി കണ്ട് അവനിൽ ആശ്രയിച്ച് അവിടം വിട്ട് ഓടിയില്ലായിരുന്നെങ്കിൽ യോസഫിൻ്റെ കഥ അവിടം കൊണ്ട് തീർന്നേനെ. ദൈവമക്കളെ മനസ്സിലാക്കണം, ടെംപ്റ്റേഷൻസ് എല്ലാവരുടെ ജീവിതത്തിലും കടന്നു വരും. പക്ഷേ ദൈവം ആ ടെംപ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേണ്ടി മാർഗവും ഒരുക്കി തരുന്നവനാണ്. ജെയിംസ് ചാപ്റ്റർ 1:13-14. യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. പ്രൈസ് ദ ലോർഡ്. ഓർത്തോണം, ഹി അലൗസ് ദ ടെംപ്റ്റേഷൻ ബട്ട് ഓൾസോ പ്രൊവൈഡ്സ് എ വേ ഓഫ് എസ്കേപ്പ്. നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒന്നുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ കർത്താവ് ഉത്തരം തരും. പൗലോസിനെ ജയിലിലിട്ടത് നമുക്കറിയാം, അല്ലേ? ജയിലിൻ്റെ ഇരുമ്പഴികളൊന്നും അവന് തടസ്സമായിരുന്നില്ല. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ലേഖനങ്ങൾ എഴുതി. അന്ന് എഴുതിയ കാരാഗൃഹ ലേഖനങ്ങളൊക്കെ വളരെ ഇൻസ്പയറിങ് ചാപ്റ്റേഴ്സാണ് ബൈബിളിലെ. കാരണം അവനവിടെ ബോറടിയുമില്ലായിരുന്നു, അവനവിടെ പുറുകുറുക്കലുമില്ലായിരുന്നു. അവന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട അവൻ്റെ ആ സമയം അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ചു. നമ്മുടെ പ്രോബ്ലംസൊക്കെ ദൈവമക്കളെ, അതിന് ഒരു വർക്കബിൾ സൊല്യൂഷനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്നിരിക്കാമോ പ്രാർത്ഥനയിൽ? തീർച്ചയായിട്ടും ദൈവം വിടുതൽ തരും. Prayer is a lifeline with a solution at its end. Let us not neglect it. നെഗ്ലക്റ്റ് ചെയ്യാതെ അതീവ ശ്രദ്ധയോടെ നാം അതിനെ കൈകാര്യം ചെയ്താൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മറുപടി തരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ,
നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തെറ്റിപ്പോകുന്നൊരു ലോകത്തിൽ, പരീക്ഷിക്കപ്പെടുന്ന ഈ ലോകത്തിൽ ദൈവീയ മർമ്മങ്ങളെ മനസ്സിലാക്കി ദൈവപാദപ്പെടുത്തങ്ങളിൽ നിന്ന് സഹായിച്ചും ചോദിച്ചും പഠിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രേലടിയങ്ങളെ സൂക്ഷിച്ചാട്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.